ധന്യമേ ജീവിതം പതിവായിട്ട് കേൾക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ ഉണ്ട്. എല്ലാവരും കേൾക്കേണ്ട കാര്യമാണ് പറയുന്നത്. ഞാനൊരു തമാശ പറയുകയാണെങ്കിൽ ഈ ലോകത്ത് എല്ലാവരും തമാശ കേൾക്കാനുള്ള മൂഡിലിരിക്കുകയാണ്. സിനിമ കാണാൻ പോവുകയാണെങ്കിൽ ആ സിനിമ കാണാനുള്ള മൂഡിൽ ടിക്കറ്റ് എടുത്തവരും കൂടെ അതിനാ പോണത്. നിത്യജീവിതത്തിൽ വീട്ടിലിരുന്നിട്ടോ വാഹനത്തിലിരുന്നിട്ടോ ധന്യമീ ദിനം കേൾക്കുന്ന ഗൗരവത്തിൽ കേൾക്കുന്നവർ എല്ലാവരും ഒരേ മൂഡ് ആയിക്കൊള്ളണം എന്നില്ല. നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെ എപ്പോഴും ഒരേ മൂഡാണോ? 24 മണിക്കൂറും ഞാൻ ധന്യമീ ജീവിതത്തിന്റെ മൂഡാണോ? എന്റെ ഭാര്യ അങ്ങനെയാവോ? അടുക്കളയിൽ ഒരു 25 കാര്യം ഒരുമിച്ച് കൈകൊണ്ട് ചെയ്യണ സമയവും ആ സമയത്ത് തമാശ പറഞ്ഞതെങ്കിൽ പോയി പണി നോക്കാൻ പറയില്ലേ? സ്വാഭാവികല്ലേ? പറഞ്ഞാൽ കേൾക്കാത്ത മക്കള് നിർഭാഗ്യവശാൽ സിവിൽ കേസ് കൊടുക്കേണ്ടി വന്നു. ആ കേസുമായിട്ട് വട്ടം തിരിയുന്നവര് കോഓപ്പറേറ്റീവ് ബാങ്കില് ലോൺ എടുത്തിട്ട് പൈസ മടക്കി അടക്കേണ്ട സമയമായി യാതൊരു മാർഗവും കാണുന്നില്ല. ആ പൈസ മടക്കി അടക്കണ്ടേ? പലിശയെങ്കിലും കൊടുന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് മാനേജർ പറഞ്ഞു. അവരും കേൾക്കില്ലേ ധന്യമീ ജീവിതം? തീർന്നില്ല. എന്റെ അയൽവക്കത്ത് ഒരു സ്ത്രീ മരിച്ചു. അമ്മ ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ പറഞ്ഞു, ആ സ്ത്രീയുടെ 3 മക്കളും ഇപ്പൊ മരിച്ചുപോയി. 3 മക്കളും. ഒരു മകൻ ആപത്തുപെട്ട് മരിച്ചു. ക്യാൻസർ വന്നിട്ടൊരു മകള് മരിച്ചു. ഇപ്പൊ 2ാമത്തെ മകൾ മരിച്ചു. ഇപ്പോ ആദ്യം മരിച്ച മകന്റെ ഭാര്യയുടെ കൂടെയാണ് ഇപ്പൊ തൽക്കാലം നിൽക്കുന്നത്. അവർക്കും ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ. ഇങ്ങനെ വരുമ്പോ ഭർത്താവ് മരിച്ചവരില്ലേ, മക്കൾ ഓരോരോ സ്ഥലത്തായിരിക്കും. അവരുടേതായുള്ള കോൺസെൻട്രേഷനാണ്. മക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ മടിയിലിരിക്കുന്നവരല്ല. പല രീതിയിലായിരിക്കും. അവരുടെ ജോലി സ്ഥലമായിരിക്കും. അവർക്ക് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ ശ്രദ്ധ അവരുടെ കുട്ടികളിലായിരിക്കണ്ടേ? ആവണം. ഇങ്ങനെ വരുമ്പോ ഭാര്യ മരിച്ചു, ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും സഹായിയായി നിന്ന ഭാര്യ എന്നുള്ളതിന് ഞാൻ തമാശ പറയും ആജീവനാന്തം. പക്ഷെ ഭാര്യ മരിക്കും. കൂടിച്ചേർന്നാണോ പിരിയും? ഭർത്താവ് മരിക്കും. അങ്ങനെ മരിക്കുമ്പോൾ ഒറ്റപ്പെട്ട് കേരളത്തിലെ വലിയൊരു സെലിബ്രിറ്റി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, PR ഒന്ന് പോയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കണം. ഭാര്യ മരിച്ചിട്ടിരിക്കുകയാണ്. പതിവായിട്ട് ഞാൻ ചെന്നാൽ എനിക്കൊരു ചായ തരും. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് കൊടുന്ന് തരിക. ഒരു കുശലും ചോദിക്കും. പതിവായിട്ടൊരു കുശലാണ്. അടുക്കളപ്പണിക്കൊക്കെ സഹായത്തിന് ആളുണ്ടോ? അങ്ങനെയൊക്കെ ഒരു കുശലൊക്കെ ചോദിക്കും. ഹൈ സൊസൈറ്റി ആളുകളുടെ ഒരു കുശലത്തിന്റെ രീതി അതാണ്. അപ്പൊ ഭാര്യ ഇല്ലാത്തതോടു കൂടി നിശ്ചലമായിട്ട് ഇരിക്കുമ്പോൾ സംഭാഷണ മധ്യേ ഞാൻ കൃത്രിമമായിട്ട് ഓരോരോ കാര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് പണ്ടത്തെ ആധാരങ്ങളിൽ തൊഴിൽ എന്താണ് എന്ന് രേഖപ്പെടുത്തും. ആ ആധാരത്തിൽ ആളുടെ പേര് എൻ്റെ തന്നെ പഴയ ആധാരത്തിൽ P. രവീന്ദ്രനാഥൻ എന്നാണ് മുഴുവൻ പേര്. P. രവീന്ദ്രനാഥൻ പ്രോഡമണ്ട് ഓഫീസിൽ ഉദ്യോഗസ്ഥന് പണ്ട് എഴുതും. ഇപ്പൊ PR നാഥൻ എഴുത്തുകാരെന്ന് ഇട്ട ചേർക്കുമായിരിക്കും. നമ്മുടെ തൊഴിൽ അതിൽ രേഖപ്പെടുത്തണം. അങ്ങനെ വരുമ്പോ ഒരു തൊഴിലുണ്ട്. ആ തൊഴിൽ ആരും പറയാറില്ല. ഒറ്റപ്പെട്ടവര്, ഭർത്താവ് മരിച്ചവര്, ഭാര്യ മരിച്ചവര്, ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കുന്നവര്. ഒറ്റക്കൊരു വീട്ടിൽ താമസിക്കാതെ എന്ത് ചെയ്യും? ഒരു നിവൃത്തിയില്ല. പല സുഹൃത്തുക്കളും പറയും, പോയപ്പോ വീട്ടിലായിരുന്നു ഭാര്യ ഒറ്റയ്ക്ക് നിൽക്കും. ഒറ്റപ്പെടലുണ്ടാവില്ലേ?
റിട്ടയർ ചെയ്തില്ലേ, സർവീസിൽ എന്നും സർവീസിൽ ഇരിക്കാൻ പറ്റുമോ? കുറെ പ്രായമാവുമ്പോ ഏത് പോസ്റ്റൊന്നും റിട്ടയർ ചെയ്യേണ്ടി വരില്ലേ? അവർക്കൊരു തൊഴിലുണ്ട്. പണ്ടത്തെ ആധാരങ്ങൾ നോക്കിയാൽ കാണാം. വളരെ പഴയ, ഇപ്പോഴത്തെയല്ല, പണ്ടത്തെ കേരളത്തിൽ ചില പ്രത്യേക കുടുംബക്കാരുടെ ജാതകത്തിലല്ല, അവരുടെ ആധാരങ്ങളിൽ, ഡോക്യുമെന്റ്സിൽ പറയും, നയന നാരായണൻ രാമകൃഷ്ണൻ. നയന നാരായണൻ, ആളുടെ പേര് രാമകൃഷ്ണൻ. നയനനാരായണൻ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണുന്നത് മുഴുവൻ ദൈവശക്തി എന്നാണ് അർത്ഥം. എവിടെ തിരിഞ്ഞാലും ദൈവശക്തി. എല്ലാവരെയും നാരായണനായിട്ട് കാണുക, സകലതും ഈശ്വരീയമായിട്ട്. പാമ്പിനെ കണ്ടപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി പറഞ്ഞാണ് നാരായണൻ വരുന്നു. കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ ദൈവിക ശക്തി എന്നുള്ള രീതിയിൽ ഒരു ശക്തി വിശേഷത്തെ നാം വളർത്തിയെടുക്കണം. അവരങ്ങനെ വളർത്തിയെടുത്താണ് നയന നാരായണൻ, ആളുടെ പേര് രാമകൃഷ്ണൻ എന്നായിക്കോട്ടെ. അടുത്ത് ഈശ്വര വിചാരം തൊഴിൽ. തൊഴിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്താ വിചാരിക്കണം? പാറ പൊട്ടിക്കൽ മാത്രമാണോ തൊഴിൽ? ഈശ്വര വിചാരം തൊഴിൽ, അത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നയനനാരായണനാണ് ഇന്നാള്. നയനനാരായണൻ എന്നാൽ ഉത്തരവ് സകലത്തിലും ദൈവത്തെ കണ്ടു. ഈശ്വര വിചാരം തൊഴിൽ, ഇത് എന്നെ സ്വാധീനിച്ച ഒരു വിഷയം ആണ്. ഈശ്വര വിചാരമാണ് തൊഴിൽ. എന്താ പറയാൻ മടി? എന്താ നിങ്ങൾക്ക് പണി? ഈശ്വര വിചാരം തൊഴിൽ. അങ്ങനെ ഒരു വിഭാഗം പണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആധാരങ്ങളിൽ വന്നത്. ഇവിടെ നയനനാരായണൻ എന്നുള്ളതിന് മാറ്റിയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും പറഞ്ഞോളൂ, നാരായണന് പകരം വേറെന്ന് പറഞ്ഞോളൂ. ഈ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോ എത്ര പേര് നയനനാരായണന്മാരാവുന്നുണ്ട്? എല്ലാം ദൈവം തന്നു ഒരു ഇണയെ, ദൈവം കൊണ്ടിക്കൊണ്ടു. മക്കളെ ദൈവം വളർത്താൻ ഏൽപ്പിച്ചതാണ്. വളർത്താൻ ഏൽപ്പിച്ചതല്ലേ നമ്മുടെ മക്കളെ? വളർത്തി. ആര് വളർത്താൻ ഏൽപ്പിച്ചോ ആ വ്യക്തി കൊണ്ടുപോയില്ലേ? ജോലി കഴിഞ്ഞ് വരുന്നവരെ കുട്ടിയെ നോക്കാൻ വേണ്ടി പണിക്കാരത്തി ഏൽപ്പിച്ചു. പണിക്കാരത്തി കുട്ടിയും കൊണ്ടാണ് പോവുക. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യില്ലേ? വീട്ടിലെ കുട്ടിയും കൊണ്ട് ജോലിക്കാരി കുട്ടിയും കൊണ്ടുപോയി. കുട്ടിയുടെ ഉടമസ്ഥൻ ഈ പറഞ്ഞ ആളല്ലേ? ഇതുപോലെ നമ്മുടെ മക്കളെ നമ്മളെ വളർത്താൻ ഏൽപ്പിച്ചതല്ലേ? ഇതെന്താ ഓർമ്മ വേണ്ടേ? ഒടുവിൽ റിട്ടയർമെന്റോട് കൂടിയിട്ട് വാനപ്രസ്ഥാശ്രമത്തിൽ കിടക്കുമ്പോഴേക്കും നയനനാരായണന്മാരാവണം. എന്താ പണി? ഈശ്വര വിചാരം തൊഴിൽ. ഇതാണ് പ്രത്യേകത. അവരെത്രയോ ഭാഗ്യവാന്മാരല്ലേ? ഈശ്വര വിചാരത്തിനെ തൊഴിലായി കാണുന്നു. മുൻ തലമുറ അങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തവരുണ്ട്. ഇന്നും പഴയ ആധാരങ്ങൾ, എനിക്ക് ആധാരങ്ങളെ പറ്റി കൂടുതൽ വിവരമില്ല. ഇത് ഞാൻ മനസ്സിലാക്കിയ കാര്യം പ്രമാണിമാരും ഗുരുബോധന്മാരും എനിക്ക് പറഞ്ഞു തന്നതാണ്. എനിക്കും ആഗ്രഹം ജീവിതത്തിൽ ആളുകൾ എന്താ പണി? ഈശ്വര വിചാരം തൊഴിൽ എന്ന് പറയാൻ കഴിയണേ. തൊഴിൽ കൂലി കിട്ടേണ്ട ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് അല്ല. നമ്മൾ പറയാറില്ലേ, പേരക്കുട്ടികളെ നോക്കലിന്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ശമ്പളം കിട്ടിയെന്ന് അർത്ഥം. ഈശ്വര വിചാരം തൊഴിൽ എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ച് വാക്കുകൾ സംവരിക്കുന്നു. നമസ്കാരം.